ഹലോ ഫ്രം ലേസ് ഫ്രം സീസൺ 4-ന്റെ മറ്റൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും വെൽക്കം. ബോയ്ഡ് ടൗൺഷിപ്പിലെ താമസക്കാരെ എല്ലാം കൂട്ടി വിളിച്ച് ആ പുനർജന്മ സിദ്ധാന്തത്തെക്കുറിച്ച്, റീഇൻകാർണേഷൻ തിയറിയെക്കുറിച്ച് മുഴുവനായി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇനി വേണ്ടത് ഒരു പ്ലാനാണ്. ടണലിലേക്ക് പോയി ആ ആൺകുയി കുട്ടികളുടെ അസ്ഥി എങ്ങനെ കൈക്കലാക്കാം എന്നതേക്കുറിച്ചുള്ള. അത് ലഭിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാമെന്ന വിശ്വാസത്തിലാണ് ജെയ്ഡ് ഉൾപ്പെടെ സകലരും. എന്നാൽ അതിനുവേണ്ടിയുള്ള പരീക്ഷണങ്ങൾ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കുന്തം മോൺസ്റ്ററിന്മേൽ വലിച്ചില്ലെന്ന് മാത്രമല്ല, കെന്നിയുടെ ജീവന് വരെ അപകടത്തിലായി. എന്നാൽ ഫാത്തിമയുടെ അവിശ്വസനീയ കഴിവ് അവിടെ പുതുതായി രൂപപ്പെട്ട് അവൻ്റെ ജീവൻ രക്ഷിക്കാനായെങ്കിലും കോളനി ഹൗസിൽ ഇതിൻ്റെ എല്ലാം ഭവിഷ്യത്ത് സോഫിയ എഴുതി തയ്യാറാക്കി വെച്ചിരുന്നു. രാത്രിയായപ്പോഴേക്കും അത് റോജറിൻ്റെ ശവത്തിലൂടെ ജീവൻ വെച്ച് അവിടെയുള്ള എല്ലാവരുടെയും അന്നേ വരെയുള്ള വിശ്വാസങ്ങൾ തകർത്തൊരു വില്ലനായി. എന്നാൽ എൽജിൻ്റെ സംയോജിതമായ ഇടപെടൽ അവിടെ രാഷ്ട്രീയമായെങ്കിലും ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് കാണണ്ടേ. പുതിയ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് വളരെ ഭയപ്പെടുത്തുന്നതും എന്നാൽ കൺഫ്യൂസ്ഡ് ആക്കുന്നതുമായ ഒരു കാഴ്ചയാണ്. പാറ്റിയും അക്കോസ്റ്റയും ഡോണയും പിന്നെ നമ്മുടെ ബോയ്ഡും കൂടി റോജറിൻ്റെ മൃതദേഹത്തിലേക്ക് നോക്കി അങ്ങനെ നിൽക്കുവാണ്. സത്യം പറഞ്ഞാൽ പാവം റോജർ വെറും 27 മണിക്കൂറിനുള്ളിൽ 2 തവണയാണ് അയാൾ മരിച്ചത്. ഇങ്ങനൊരവസ്ഥ ഈ ടൗണിലല്ലാതെ വേറെ എവിടെയാണ് കാണാൻ കഴിയുക? റോജറിന് ശരിക്കും എന്താണ് സംഭവിച്ചതെന്നും ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എങ്ങനെ എത്തിയെന്നും ബോയ്ഡ് ചോദിച്ചറിയുന്നുണ്ട്. ഇതിനിടെ സോഫി വിചാരിച്ച കൂട്ട് തന്നെ അവിടെയുള്ള ചിലരൊക്കെ നല്ല ടെൻഷൻ അടിക്കാൻ തുടങ്ങുന്നുമുണ്ട്. സോംബി റോജറിൻ്റെ അറ്റാക്കോടെ ടാലിസ്മാൻസിന്മേലുള്ള വിശ്വാസം എല്ലാവരിലും തകർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ സേഫ് അല്ലെന്ന് പറഞ്ഞാണ് താമസക്കാർ പേടിക്കാൻ തുടങ്ങുന്നത്. ഇതെല്ലാം കണ്ടിട്ട് ഡോണയുടെ മനസ്സിലും ഈ വലിയൊരു ആശങ്ക ഉള്ളതായി അറിയാൻ കഴിയും. ടാലിസ്മാൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിന് ശക്തിയുണ്ടെന്നും ഇവിടുത്തെ ആളുകളെ ഇനി എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും എന്നാണ് ഡോണയുടെ പേടി. അവരുടെ ഒരു അനുമാനം വെച്ച് ഭീകര പാവകൾക്ക് ടോട്ടംസ് ആണെങ്കിൽ മോൺസ്റ്റേഴ്സിനെ തടുക്കാനുള്ള വഴി ടാലിസ്മാൻ തകിടുമാണ്. ഈ സംസാരത്തിനിടയിലേക്കാണ് സോഫി കയറി വരുന്നത്. ഇത്രയും ഭീകരത നടന്നു നിൽക്കുന്ന സ്ഥലത്ത് അവൾക്കറിയേണ്ടത് വേറെ കാര്യമാണ്. ബോയ്ഡിനോട് വന്ന് വളരെ ആകാംക്ഷയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തലേ രാത്രിയിലെ പരീക്ഷണം, ആ രാക്ഷസ ജീവികളുടെ മേൽ ടോട്ടം പ്രവർത്തിച്ചോ എന്ന്. ഇല്ലെന്നുള്ള റിപ്ലൈ കേട്ട് സോഫിയ കപടസങ്കടം കാട്ടുന്നെങ്കിലും ശരിക്കും പറഞ്ഞാൽ അവളവിടെ വലിയൊരു സൂചനയാണ് നൽകുന്നത്. ഈ ടൗണിലുള്ള ഓരോ അമാനുഷിക ജീവികൾക്കും എതിരെ ഏതൊക്കെ സാധനങ്ങളാണ് പ്രവർത്തിക്കുക എന്നതിൻ്റെ വ്യക്തമായൊരു ഐഡിയ ഇതിൽ നിന്ന് കിട്ടും. അതായത് ടാലിസ്മാൻ രാത്രികളിൽ വരുന്ന സാധാരണ രാക്ഷസന്മാരെ അകറ്റി നിർത്താൻ സഹായിക്കും. പക്ഷേ തടാകത്തിൽ നിന്ന് വരുന്ന ആ മനുഷ്യ വലുപ്പമുള്ള പാവകളുടെ അടുത്തോ അല്ലെങ്കിൽ ഇപ്പോൾ പുനർജീവിച്ചു വന്നിരിക്കുന്ന റോജറിനെ പോലുള്ള ജീവികളുടെ അടുത്തോ അത് പ്രവർത്തിക്കില്ല. എന്നാൽ ടോട്ടംസ് ഇതിന് നേരെ വിപരീതമാണ്. അത് ഈ പാവകളുടെ മേലും പുനർജീവിച്ചു വന്ന റോജറിൻ്റെ മേലും കൃത്യമായി പ്രവർത്തിക്കും. പക്ഷേ രാത്രിയിൽ വരുന്ന ആ സാധാരണ മോൺസ്റ്റേഴ്സിന് മുമ്പിൽ ടോട്ടം വെറും നോക്കുകൂത്തിയാണ്. നിർഭാഗ്യവശാൽ ബോയ്ഡിനോ ഡോണയ്ക്കോ സോഫി നൽകിയ ഒരു വലിയ സൂചന മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം അവരിപ്പോഴും റോജറിൻ്റെ കാര്യത്തിൽ സംഭവിച്ച ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല. മരിച്ച ഒരാൾ വീണ്ടും ഒരു രാക്ഷസനായി തിരികെ വരികയും ടാലിസ്മാന്റെ ശക്തിയെ മറികടക്കുകയും ചെയ്തു എന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ഈ സമയത്താണ് എല്ലിസ് അവിടേക്ക് വരുന്നത്. അച്ഛനോട് ഫാത്തിമയുടെ റൂമിലേക്ക് അത്യാവശ്യമായി ഒന്ന് വരാൻ പറയുന്നതോടൊപ്പം തന്നെ ഡോണയും ഓക്കെ ആണെങ്കിൽ ഒന്ന് വരാൻ ആവശ്യപ്പെടുന്നു. ഡോണ അമ്മയ്ക്ക് ഇപ്പോൾ കയ്യിലൊരു വടിയൊക്കെ ഉണ്ട്, 3-ാം കാൽ. ഷീസ് ഗെറ്റിംഗ് ബെറ്റർ. ഡെയിലാത്തിന് സങ്കടം ഉണ്ടെങ്കിലും അവർ മേലേക്ക് പോകാനും മുമ്പായി ഈ റോജറിൻ്റെ പൊടി എന്ത് ചെയ്യണമെന്ന് അക്കോസ്റ്റ ബോയ്ഡിനോട് ചോദിക്കുന്നുണ്ട്. ഇനി ഒരിക്കൽ കൂടി അവനിങ്ങനെ ജീവിച്ചു വരാൻ ഒരു ചെറിയ സാധ്യത പോലും ബാക്കി വയ്ക്കരുത്. അതിനാൽ ആ ശരീരം കത്തിച്ചു കളയാൻ ബോയ്ഡ് നിർദ്ദേശം നൽകുന്നു. അങ്ങനെ അക്കോസ്റ്റ അതിനുള്ള പണികൾ തുടങ്ങുമ്പോൾ എല്ലിസ് ഈ 2 നേതാക്കന്മാരെയും ഫാത്തിമയുടെ അടുത്തേക്ക് വിളിപ്പിച്ച് എന്തിനാണെന്ന് അറിയണ്ടേ? തീർച്ചയായും ആ ഞെട്ടിക്കുന്ന സത്യം അതിലൊന്നാണ്. അവൾക്കിപ്പോൾ സ്മൈലി മോൺസ്റ്ററെ കൂടുതൽ ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. വ്യക്തമായി പറഞ്ഞാൽ കണ്ണുകളിലൂടെ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല ആ ജീവിയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും അവൾക്ക് കഴിയുന്നു. കഴിഞ്ഞ ദിവസം കെന്നി രക്ഷപ്പെടാൻ കാരണമായത് ഈ ഒരു കൺട്രോൾ മുഖേനയാണെന്ന് ഫാത്തിമ വളരെ വളരെ ആശങ്കയോടാണ് പറയുന്നതെങ്കിലും ഒറ്റനോട്ടത്തിൽ ഇതൊരു വലിയ കഴിവായിട്ടാണ് നമുക്ക് തോന്നുക. ഒരു സൂപ്പർ പവർ. ഈ രാക്ഷസന്മാരെല്ലാം നേരിടാനായിട്ട് ഇതൊരു വലിയ ആയുധമാകുമല്ലോ എന്ന് നമ്മൾ കരുതും. പക്ഷേ ഈ കഴിവ് വെറുതെ കിട്ടിയതല്ല. അതിനൊരു വലിയ വില അവൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി ഈ ഒരു കൺട്രോളിങ് ആദ്യമായി നടന്നതിന് ശേഷം അവൾ തളർന്നിരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഈ സമയത്തെല്ലാം അവളുടെ ഉള്ളിൽ എന്തൊരു മരവിപ്പും തണുപ്പും അസാധാരണമായി അനുഭവപ്പെട്ടു. അതിൻ്റെ പാർശ്വഫലം എന്ന പോലെ ഇപ്പോൾ അവളുടെ വയറ്റിൽ ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയതുപോലെ വളരെ വിചിത്രമായ പാടുകൾ, വെരിക്കോസ് വെയിൻസ് പോലുള്ളവ രൂപപ്പെട്ടിരിക്കുകയാണ്. എല്ലിസ് കാണിക്കാൻ പറഞ്ഞിട്ട് ഫാത്തിമ ഈ ഒരു സംഭവം കാട്ടുന്നതും ഇത് കണ്ടുടനെ ഫാത്തിമയുടെ എല്ലിസിനോടും എത്രയും പെട്ടെന്ന് ക്ലിനിക്കിലേക്ക് പോകാൻ ബോയ്ഡ് ആവശ്യപ്പെടുന്നു. വയറുവേദനയായാലും ഛർദിലായാലും എല്ലാം കുഷ്ഠവൈദ്യരാണല്ലോ ഫസ്റ്റ് ഓപ്ഷൻ. താനും വൈകാതെ ക്ലിനിക്കിലേക്ക് എത്താം എന്ന് ബോയ്ഡ് അവരെ പറഞ്ഞിട്ട ശേഷം നേരെ പോകുന്നത് ബാറിലേക്കാണ്. രണ്ടാനും അടിക്കാനൊന്നുമല്ല, ജെയ്ഡ് നടത്തുന്ന പഠനങ്ങൾ എവിടെ വരെയായി എന്നറിയാൻ. വിക്ടറിൻ്റെ ആ സംസാരത്തോടെ പിണങ്ങിപ്പോയ ഈദൻ്റെ മനസ്സിൽ അവൻ പറഞ്ഞ ആ കാര്യങ്ങൾ കൂട്ടക്കല ഉടൻ ഉണ്ടാകുമെന്നും അതിൽ ഈദന് മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ എന്നുമുള്ളത് അവൻ്റെ മനസ്സിൽ നല്ലോണം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് അവനിപ്പോൾ വീട്ടിലിരുന്ന് വരയ്ക്കുന്ന ഈ ക്രയോൺ ഡ്രോയിങ്സ്. തബീത്ത മുറിയിലേക്ക് എത്തി എന്തിനാണ് ഇതൊക്കെ വരയ്ക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, ചിത്രങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ള കഴിവുണ്ട് എന്ന് വിക്ടർ അവനോട് പറഞ്ഞിട്ടുണ്ടത്രേ.
ഇതിൻ്റെ അർത്ഥം വളരെ വലുതാണ്. ഈ ടൗണിൽ ക്യാമറയോ ഫോട്ടോ എടുക്കാനോ ഉള്ള വേറെ വഴികളൊന്നും വലുതായിട്ടില്ലല്ലോ. എൽജിൻ്റെ പോളറോയിഡ് ക്യാമറയെക്കുറിച്ച് നോക്കിയാൽ അത് വെച്ച് ഓർമ്മകളെല്ലാം സ്നാപ്പ് ചെയ്ത് സൂക്ഷിക്കാനുള്ള ആംബിയർ ഇല്ല. അതുകൊണ്ട് മരിച്ചുപോയ ആളുകളെ ഓർമ്മിക്കാൻ അവർക്ക് ഒരേ ഒരു വഴി ഈ ചിത്രങ്ങൾ വരയ്ക്കുക എന്നത് മാത്രമാണ്. കാരണം ഈ ടൗണിൽ ഇനി വരാൻ പോകുന്ന സമയങ്ങൾ എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് ആർക്കും അറിയില്ല. കുറച്ചുനാൾ കഴിയുമ്പോൾ മരിച്ചുപോയ ആളുകളെക്കുറിച്ച് മറ്റുള്ളവർ മറന്നു തുടങ്ങും. അവരെങ്ങനെയായിരുന്നു എന്ന് പോലും ഓർമ്മയുണ്ടാകില്ല. അതൊഴിവാക്കാനാണ് ഈതൻ ടിയാൻചെന്നിനെയും ജെയ്ഡിനെയും അങ്ങനെ ടൗണിലെ അറിയാവുന്ന എല്ലാവരെയും അതുപോലെ സ്ഥലങ്ങളെയും ഇങ്ങനെ വരച്ചു കൂട്ടുന്നത്. തബീത്തയ്ക്ക് ഇത് വല്ലാത്ത അസ്വസ്ഥതയാണേലും അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് വിക്ടർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണിപ്പോൾ ഇങ്ങനെ നടക്കുന്നതെന്ന്. അതവനപ്പോൾ വളരെ അപ്സെറ്റ് ആയതുകൊണ്ട് പറഞ്ഞതാണെന്നും അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പോകില്ലെന്ന് അവൾ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിലും രക്ഷയില്ല. ഈ ടൗണിലുള്ള എല്ലാവരും മരിക്കുമെന്നും ഈതൻ മാത്രമേ അവസാനം ജീവനോടെ ബാക്കി ഉണ്ടാക്കൂ എന്ന് വിക്ടർ പറഞ്ഞത് ഈതൻ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു ദേഷ്യത്തിൽ അവൾ ഈതനെ കൂട്ടി വിക്ടറെ കാണാനായി കോളനി ഹൗസിലേക്ക് പോകുന്നു. കതിരേശൻ്റെ കൂടെയുള്ള ബോയ്ഡിൻ്റെ സമയം ശരിക്കും ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ്. ആദ്യമൊക്കെ ജെയ്ഡിൻ്റെ പണി കാണുമ്പോൾ ബോയ്ഡിന് വല്ലാത്ത നിരാശയാണ് തോന്നുന്നത്. ടണലിലേക്കുള്ള വഴികൾ മനസ്സിലായത് വെച്ചിട്ട് ഒരു പ്ലാൻ വരയ്ക്കാൻ പറഞ്ഞപ്പോൾ ഈ കുഞ്ഞാടം ചെയ്തേക്കുന്നയോ ട്യൂബുകളും പാത്രങ്ങളും ചട്ടികളൊക്കെ വെച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നു. എന്നാൽ അവൻ്റെ വിശദീകരണം കേട്ട് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ബോയ്ഡിന് കാര്യം മനസ്സിലാവുന്നത്. ഈ സാധനങ്ങളൊക്കെ വെച്ച് ജെയ്ഡ് ആ തുരങ്കത്തിൻ്റെ വളരെ കൃത്യമായൊരു മാപ്പ് തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. തുരങ്കത്തിലേക്ക് കയറാനും ഇറങ്ങാനുമുള്ള എല്ലാ വഴികളും അതിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത് കണ്ടപ്പോൾ ബോയ്ഡിന് സന്തോഷമായി. എന്നാൽ അസ്ഥികൾ കിടക്കുന്ന ആ ശവപ്പറമ്പിലേക്ക് സാക്രിഫൈസ് നടന്ന ആ ഒരു ഗുഹയിലേക്ക് ചെന്നെത്താൻ, അതായത് കയറാനും ഇറങ്ങാനും ഒരേ ഒരു വഴി ടണൽ മാത്രമേ ഉള്ളൂ. തൻ്റെ മഷ്റൂം ട്രിപ്പിലൂടെ കണ്ടുപിടിച്ച ഈ ഒരു വൺ വേ ജെയ്ഡ് കാണിച്ചു കൊടുക്കുമ്പോൾ ബോയ്ഡിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ബോയ്ഡിന് ദേഷ്യം വരാൻ കൃത്യമായ കാരണമുണ്ട്. കാരണം അയാളുടെ മിലിറ്ററി ബുദ്ധി വെച്ച് ഇങ്ങനൊരു സിംഗിൾ വേ മിഷൻ എന്നത് ഒരു ട്രാപ്പാണ്. അതിൽ പെടാൻ ചാൻസ് വളരെ കൂടുതലും. ഒരുപക്ഷെ അവർ ആ വഴിയിലൂടെ അകത്ത് കയറുകയും അസ്ഥികൾ എടുത്തുകൊണ്ടോ നശിപ്പിച്ചിട്ടോ കൃത്യസമയത്ത് പുറത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ രാക്ഷസന്മാർ അവിടെ വളഞ്ഞാൽ പിന്നെ അവർ നമ്മളെ പിച്ച് ചീന്തുകയുള്ളൂ. ആ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങാൻ രണ്ടാമതൊരു വഴി അവിടെ ഇല്ലാത്തത് വലിയൊരു അപകടം തന്നെയാണ്. ഇതൊരു പ്ലാനേ അല്ല. എല്ലാവരെയും കൊലയ്ക്ക് കൊടുക്കാതെ സുരക്ഷിതമായൊരു പ്ലാൻ കണ്ടുപിടിക്കാൻ ബോയ്ഡ് ജെയ്ഡിനോട് കർശനമായി ആവശ്യപ്പെടുന്നു. ജെയ്ഡിനും ഇതിയുടെ ദേഷ്യം വന്ന് എനിക്ക് നിങ്ങളൊരു പ്ലാൻ പറയാൻ നിൽക്കേ നീയല്ലേ ജീനിയസ് എന്ന് പരിഹാസപരമായി പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. കാര്യം ബോയ്ഡിൻ്റെ തലയിൽ ഇപ്പോൾ ഫാത്തിമയുടെ അവസ്ഥ കൂടി അലട്ടലുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ തലചൂടായി അതെന്താണെന്നറിയാൻ ഷെരീഫ് ക്ലിനിക്കിലേക്ക് തിരിക്കാനായി നടക്കുമ്പോഴാണ് കെന്നി വന്ന് തടഞ്ഞു നിർത്തുന്നത്. ജെയ്ഡിന് പറയാനുള്ള മുഴുവൻ കേൾക്കാൻ പോലും നിൽക്കാതെ ബോയ്ഡ് എന്തിനാണ് ദേഷ്യപ്പെട്ട് വന്നത് എന്നാണ് കെന്നിയുടെ ചോദ്യം. യാതൊരു ഗുണവുമില്ലാത്ത ആളുകളെ മരിക്കാൻ പെടുന്ന ഒരു പ്ലാനെക്കുറിച്ച് സംസാരിച്ചിട്ട് എന്ത് കാര്യം എന്ന് ബോയ്ഡ് തിരിച്ചു ചോദിക്കുന്നു. ജനങ്ങളോടെല്ലാം തുരങ്കത്തിലെ അസ്ഥിയെക്കുറിച്ച് പറഞ്ഞ് ഒരു വലിയ ദൗത്യത്തിന് ഒരുക്കി നിർത്തിയിട്ട് ഇങ്ങനൊരു അന്തമില്ലാതെ വീണ്ടും തുടരുന്നത് ശരിയല്ല. ഇപ്പോൾ ഈ ഒരു പ്ലാൻ ശരിയല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാർഗം ബോയ്ഡ് തന്നെ പറയട്ടെ എന്ന് കെന്നി നിൽക്കുന്നുണ്ട്. അയാളുടെ മനസ്സിൽ വരുന്നത് ഒരു സ്കൗട്ട് പ്ലാനാണ്. അതായത് നമുക്കാദ്യം രണ്ടുപേരെ അങ്ങോട്ടേക്ക് അയച്ച് ടണലിലായി വേറെ ഏതെങ്കിലും വഴി ലൈക്ക് ഇടിഞ്ഞതോ വിള്ളലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യമേ ഒന്ന് അന്വേഷിക്കണം, എന്നിട്ട് മുന്നോട്ട് പോവാം. എന്നാൽ കെന്നി വിടുന്നില്ല. അങ്ങനെ പോയിട്ട് വേറെ വഴിയൊന്നും കണ്ടില്ലെങ്കിലോ? ആസ്തികളെല്ലാം കണ്ടുപിടിച്ച് നശിപ്പിച്ചാൽ നമ്മളെല്ലാവർക്കും ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് ജനങ്ങൾക്ക് വലിയൊരു വാഗ്ദാനം കൊടുത്തിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അവരോട് എങ്ങനെ പറയും എന്ന് കെന്നി ചോദിക്കുന്നു. ബോയ്ഡ് ഇതിനൊന്നും വ്യക്തമായ ഉത്തരമില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ബോയ്ഡ് നല്ല ഉറപ്പുണ്ട്. തുരങ്കത്തിലെ ആ ശവപ്പറമ്പിലേക്ക് കയറാൻ ഈ ഒരു വഴി മാത്രമാണെങ്കിൽ അതൊരു സൂയിസൈഡ് പ്ലാനാണ്. തീർച്ചയായും അവിടെ കൊടുക്കുന്ന എന്തെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് ആ പരിപാടി ഞാനും ചെയ്യില്ല, നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയില്ല എന്ന് തീർത്ത് പറയുന്നു. കാരണം സൂയിസൈഡ് പ്ലാൻസ് എ ഡേർട്ടി ബിസിനസ്. ഈ ഒരു ടെൻഷനിൽ നിൽക്കെ പെട്ടെന്ന് ബോയ്ഡ് ഒരു വീഡിയോ വെച്ച് കേൾക്കുന്നു. ഞെട്ടി ചുറ്റും നോക്കുമ്പോൾ ഒന്നുമില്ല. കെന്നിയാണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസമില്ലാതെ നിൽക്കുകയാണ്. ബോയ്ഡിന് അടുത്ത ക്ഷണം തന്നെ മനസ്സിലായി താൻ കേട്ട വീഡിയോ വെച്ച സത്യമല്ലെന്നും തൻ്റെ മനസ്സിൻ്റെ തോന്നലാണെന്നും. ടൗണിപ്പോൾ തന്നെ കൂടുതലായി മാനസികമായി തകർക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ അവസ്ഥ കെന്നിയിൽ നിന്ന് മറച്ചു വയ്ക്കാൻ തനിക്ക് പെട്ടെന്ന് ക്ലിനിക്കിലേക്ക് പോകണം എന്ന് പറഞ്ഞ് ബോയ്ഡ് അവിടെ നിന്ന് തടിയൂരുകയാണ്. തബീത്ത ഇതിനെ കൂട്ടി കോളനി ഹൗസിലേക്ക് എത്തുമ്പോൾ അവിടെ റോജറുടെ ബോഡി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തലേരാത്രിയിലെ സോംബി സംഭവം അവരറിഞ്ഞിട്ടില്ല. എങ്കിലും അത് നോക്കി അങ്ങനെ കയറി പോകുമ്പോൾ ഇതിൻ്റെ കാരണഭൂതിയെ ആ ഭൂതവും നോക്കി നിൽപ്പുണ്ട്. സോഫിയ. പാറ്റി നിന്നിട്ട് സോഫിയോടായി ഇങ്ങനെയൊരു സംസ്കാരം പതിവില്ലാത്തതാണെന്ന് പറയുന്നു. അതായത് പുതിയ കുഴിച്ചിടുകയല്ലേ. ഇതിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കത്തിക്കേണ്ടി വരികയും ചെയ്തു. ഒരു പ്രിയ സുഹൃത്തു എന്ന നിലയിൽ പാറ്റിക്ക് റോജറുടെ അവസ്ഥകളിൽ നല്ല വിഷമമുണ്ട്. ബോയ്ഡ് പറഞ്ഞ അസ്ഥിയുടെ കാര്യം ശരിയായ ഈ നശിച്ച സ്ഥലത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് സോഫിയുടെ തന്നെ നിന്ന് പരിവയ്ക്കുമ്പോൾ അകത്തെ റൂമിൽ വിക്ടർ യെല്ലോമാൻ്റെ മറ്റൊരു ക്രൂരചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കിട്ടിയ ആ ഒരു പല്ല് സഞ്ചി അവൻ ഓർമ്മപ്പെടുത്തിയ ചില സംഭവങ്ങളാണതെല്ലാം. താബീത്ത എത്തിയിട്ട് ഇന്നലെ അങ്ങനെ പറഞ്ഞതുപോലെ സംഭവിക്കാൻ പോകണില്ലെന്നും ഈദിനൊരിക്കലും അവിടെ ഒറ്റയ്ക്കാകില്ലെന്നും അവനോട് പറഞ്ഞു കൊടുക്കാൻ നിൽക്കുന്നെങ്കിലും വിക്ടർ ആകട്ടെ വെറുതെ ഭയത്തിൻ്റെ പേരിൽ ഈദിനോട് കള്ളം പറയാൻ തനിക്ക് കഴിയില്ല എന്ന് തിരിയുന്നു. ഈദിനാകട്ടെ വിക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് തനിക്കൊരു ഭയമില്ലെന്ന് വ്യക്തമാക്കുകയാണ്. സത്യത്തിൽ താബീത്തയ്ക്കാണ് പേടി. എല്ലാവരും മരിക്കുമെന്ന സത്യം
അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ പേടി അവൾ ഈതൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വിക്ടർ പറയുന്ന പോലെ വരാനിരിക്കുന്ന ആ വലിയ അപകടത്തെ നേരിടാൻ താൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഈതൻ പറയുന്നു. വിക്ടറും അതിനെ അനുകൂലിക്കുകയാണ്. അതോടെ താബിയത്തേക്ക് വേറെ വഴിയില്ലാതാകുന്നു. അങ്ങനെ വിക്ടർ താൻ ഒറ്റയ്ക്കായപ്പോൾ മുതലുള്ള ആ സർവൈവൽ ലൈഫിനെ കുറിച്ച് പറയാൻ അവർ രണ്ടുപേരെയും കൊണ്ടുപോകുന്നത് തൻ്റെ രഹസ്യ താവളമായ ട്രക്ക് കണ്ടെയ്നറിലേക്കാണ്. ഇന്നേരം ക്ലിനിക്കിൽ ഫാത്തിമയെ പരിശോധിച്ച ശേഷം ക്രിസ്റ്റിക്കും മരിയലിനും കാര്യമായിട്ടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സാധാരണഗതിയിൽ ഫാത്തിമയുടെ ഗർഭാവസ്ഥ കാരണമാകാം അവളുടെ വയറ്റിൽ ഇത്തരം ഞരമ്പുകൾ രൂപപ്പെട്ടത് എന്ന് പറയാനേ പറ്റുന്നുള്ളൂ. എല്ലിസ് ക്രിസ്റ്റിയോട് ചൂടാവുന്നതും ഇത് വെച്ചിട്ടാണ്. കാരണം അന്ന് ഫാത്തിമയ്ക്ക് ഗർഭമുണ്ടോ എന്ന് നോക്കിയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു പറഞ്ഞത്, ഒന്നുമില്ല, നോർമലാണെന്ന്. എന്നിട്ട് പിന്നെ എന്താ ഉണ്ടായെന്ന് കണ്ടതല്ലേ. ഇപ്പോൾ ഈ ഒരു അവസ്ഥയുടെ അർത്ഥം തികച്ചും മറ്റെന്തെങ്കിലും ആവാം. എന്നാൽ ക്രിസ്റ്റിക്ക് തൻ്റെ മെഡിക്കൽ അറിവുകൾ വെച്ചിട്ട് ഇതിന് വേറൊരു ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുമില്ല. താൻ ആ രാക്ഷസന്മാരെ പോലെ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഫാത്തിമ ഭയപ്പെടുന്നുണ്ട്. കാരണം മുന്നേ ഒരു മോൺസ്റ്ററെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഒരു ചാൻസ് ലഭിച്ചിരുന്ന സമയത്ത് ക്രിസ്റ്റി പറഞ്ഞത് ഇവിടെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം സാധാ മനുഷ്യരുടെ പോലെ തന്നെ ആയിരുന്നു എന്നാണ്. എല്ലാം ഉണങ്ങി ചുടുങ്ങിയാണ് ഇരുന്നതെങ്കിൽ പോലും. അപ്പോൾ താനും ഒടുക്കം അങ്ങനെ ആവുമോ എന്ന് ആശങ്കപ്പെടുന്ന കണ്ട് എല്ലി സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബോയ്ഡും ക്രിസ്റ്റിക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തതുകൊണ്ട് അവർ നിശബ്ദരായി നിൽക്കുകയാണ്. എല്ലിസ് ശക്തമായി പ്രതികരിക്കുന്നു. ഫാത്തിമയുടെ മാറ്റങ്ങളെ അവൻ അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം അവൾ അവൻ്റെ ജീവനാണ്. അവളുടെ രാക്ഷസിയെ മാറുന്നത് അവൻ സഹിക്കാൻ കഴിയില്ല. ഇവിടെ മരിയലിൻ്റെ അഭിപ്രായമാകട്ടെ ഈ മാറ്റം ചിലപ്പോൾ നല്ലതിനായിരിക്കും എന്നാണ്. കാരണം ഈ മാറ്റം കാരണമാണല്ലോ അവൾക്ക് ആ സ്മൈലി മോൺസ്റ്ററെ നിയന്ത്രിക്കാനുള്ള ശക്തി ലഭിച്ചതും കെന്നിയെ രക്ഷിച്ചതും. നമ്മൾ ഈ വന്നിരിക്കുന്നൊരു മാറ്റം തടയാൻ ശ്രമിച്ചാൽ ആ ശക്തി നഷ്ടപ്പെടും. മോൺസ്റ്റേഴ്സിനെതിരെ പോരാടാൻ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ആയുധമാണ് അതോടെ ഇല്ലാതാകുന്നത്. ഇതൊക്കെ മരിയൽ വളരെ ബുദ്ധിപരമായിട്ടാണ് പറയുന്നത്. എന്നാൽ സ്നേഹം കൊണ്ട് ചിന്തിക്കുന്ന എല്ലിസിന് ഇത് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഉടക്ക് സംസാരമായി അവർ തമ്മിൽ വലിയൊരു വഴക്ക് നടക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ബോയ്ഡും ക്രിസ്റ്റിയും ഇടപെട്ട് അവരെ ശാന്തരാക്കുന്നു. എന്തായാലും ഇപ്പോൾ ഫാത്തിമയുടെ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അവർ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ഫാത്തിമയോട് കുറച്ച് നാൾ കൂടി ക്ലിനിക്കിൽ തന്നെ തുടരാൻ ക്രിസ്റ്റി ആവശ്യപ്പെടുന്നു. കോളനി ഹൗസിൽ നിന്ന് കുറച്ച് തുണിമണികളൊക്കെ എടുത്തിട്ട് വരാനും എല്ലാം സുരക്ഷിതമാണെന്ന് ഉറപ്പായ ശേഷം മാത്രം അവൾക്ക് തിരികെ സ്വന്തം സ്ഥലത്തേക്ക് പോകാമെന്നും ക്രിസ്റ്റി പറയുന്നു. ഞെട്ടിക്കുന്ന ചില ഹാലൂസിനേഷൻസ് വരാൻ തുടങ്ങിയതോടെ ഹെൻറി പേടിച്ചു. ഇനി നിർത്താതെ മദ്യപിച്ചതുകൊണ്ടാണോ എന്ന് കരുതി അടുത്ത ദിവസം തന്നെ ഡൈനറിലെത്തുമ്പോൾ കാണുന്നത് അവിടുത്തെ സ്റ്റോറേജ് യൂണിറ്റിലുള്ള സാധനങ്ങളെല്ലാം ഓരോരുത്തർ ചേർന്ന് അടുക്കി പെറുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾ ഡൈനർ നടത്തിയപ്പോയെ ബാക്ടറിയോട് ചോദിക്കുമ്പോൾ വിക്ടർ പറഞ്ഞ ആ മാനിനിയിലെ സൂര്യനെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ കിട്ടുമോ എന്ന് നോക്കുകയാണെന്ന് അവർ പറയുന്നു. എന്നാൽ ഹെൻറിക്ക് വീണ്ടും അയാളെക്കുറിച്ചോ ആ വിഷയത്തെക്കുറിച്ചോ സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തൻ്റെ മദ്യപാനശീലം നിർത്താൻ സഹായിക്കണമെന്നും അതിനായി തൻ്റെ ശ്രദ്ധ തിരിക്കാൻ പറ്റിയ എന്തെങ്കിലും ജോലി തരണമെന്നും ബാക്ടറിയോട് ആവശ്യപ്പെടുന്നതിനെ തുടർന്ന് അങ്ങനെ എന്തെങ്കിലും പണി കൊടുക്കാൻ ബാക്ടറി വിളിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു നിമിഷം അവിടെയുള്ള ആ ചെറിയ ജൂ ബോക്സ് താനെ ഓണായി ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്നു. ഇത് സർവ്വസാധാരണമാണെന്ന് അവർ പറഞ്ഞ് പോകുന്നതിലും ഹെൻറിക്ക് എന്തോ പോലെ. കാരണം ആ കേൾക്കുന്നത് തൻ്റെ ഭാര്യ മിറണ്ടയുടെ ഫേവറേറ്റ് സോങ് ആണ്, ബ്ലൂ എന്നൊരു സോങ്. മുന്നേ, അതായത് ടൗണിലേക്ക് എത്തും മുന്നേ ആക്സിഡൻ്റ് ഉണ്ടായ കാർ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഇതേ പാട്ടായിരുന്നു കേട്ടത്. ഈ ബ്ലൂ സോങ് ഇടയ്ക്കിടെ എങ്ങനെ താനെ കേൾക്കാറുണ്ടെന്നും വണ്ടിയുടെ എന്തോ കുഴപ്പമാണെന്ന പോലെ അന്ന് താപിയത്തോടും പറഞ്ഞതാണ്. ദീപോ അതേ സോങ് വീണ്ടും. പക്ഷേ നോ, ഒന്നും ചിന്തിക്കേണ്ട, എന്തേലും ആവട്ടെ പണ്ടാരെന്ന് പറഞ്ഞ് ഹെൻറി ഉള്ളിലേക്ക് പോകുന്നു. കെന്നി ബോയ്ഡുമായി സംസാരിച്ച് തിരികെ ജെയിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ അവനെ സഹായിക്കുകയാണ് ലക്ഷ്യം. ആ ഗുഹയിൽ നിന്ന് പുറത്തു കടക്കാൻ ഏതെങ്കിലും ഒരു സെക്കൻഡ് പാത്ത് ഉണ്ടാകുമെന്നും ഓർത്തെടുക്കാൻ നിർബന്ധിക്കുന്നതിലും ജെയ്ഡിന് ഇക്കാര്യത്തിൽ പക്കയാണ്. ഒരു ടണൽ വഴി മാത്രമേ ഉള്ളൂ. ആ വിഷൻസ് എല്ലാം 8K ക്ലാരിറ്റിയിൽ അവൻ്റെ മനസ്സിൽ തന്നെ ഡിലീറ്റ് ആവാതെ ഉണ്ട്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രാക്ടിക്കലി അവിടെ ഒരു വഴി കൂടി ഇല്ലേ? ആ വേരുകൾ കൂടിച്ചേർന്ന് വന്ന ഒരു സിമ്പിളുള്ളത് മുകളിലാണ്. അതിലേക്കെന്ന് ജെയ്ഡ് നോക്കിയപ്പോൾ കണ്ടത് ആകാശം മിന്നിത്തിളങ്ങി നിൽക്കുന്നതല്ലായിരുന്നു. അതും ഒരു എക്സിറ്റ് വേ ആണെന്ന് കണക്ക് കൂട്ടിക്കേടാ ഇവർക്ക്. ഏതായാലും ജെയ്ഡ് ക്രൂരമായ കുറച്ച് സംസാരമാണ് പിന്നീട് അങ്ങോട്ട് നടത്തുന്നത്. ബോയ്ഡ് പറയുന്നതൊന്നും കേൾക്കേണ്ടെന്നും താൻ എന്ത് പ്ലാൻ ഉണ്ടാക്കിയാലും അതിൽ കുറച്ചുപേരുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും ജെയ്ഡ് പറയുന്നു. അതുകൊണ്ട് സുരക്ഷിതമല്ല എന്ന് പറഞ്ഞ് ഈ പ്ലാൻ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ലെന്ന് ബോയ്ഡിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ജെയ്ഡ് കെന്നിയോട് ആവശ്യപ്പെടുകയാണ്. കെന്നിക്ക് ഇത് കേൾക്കുന്നതും ദേഷ്യം. ആൾക്കാരെ കൊല്ലാൻ വേണ്ടി തെളിവിടാനാണോ പറയുന്നതെന്ന് ചോദിക്കുന്നതും ജെയ്ഡ് പിടിത്തെറിക്കുന്നു. ഇവിടുന്ന് ആരും ഇതുവരെ രക്ഷപ്പെടാത്തതിൻ്റെ കാരണവും ആരും ഈ റിസ്ക് എടുക്കാൻ തയ്യാറാത്തതുകൊണ്ടാണെന്ന് ആക്രോശിക്കുന്നു. ഇത് കേട്ടിട്ട് എങ്കിൽ ആ റിസ്ക് എടുക്കേണ്ടത് എല്ലാ അർത്ഥത്തിലും നീയാണെന്ന് നിയന്ത്രണം വിട്ട് പറഞ്ഞിട്ടാണ് കെന്നി ഇറങ്ങിപ്പോകുന്നത്. ഇത് ജെയ്ഡിനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട്. കെന്നി ഉദ്ദേശിച്ചത് ഈ ടൗണിലേക്ക് തങ്ങളെല്ലാം പെട്ടത് ജെയ്ഡും താപിയത്തെയും കാരണമാണെന്ന പോലെയാണ്. അങ്ങനെ അവനവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം കടുത്ത ദേഷ്യത്തിൽ ജെയ്ഡ് താൻ ഉണ്ടാക്കി വെച്ച ആ ടണൽ മാപ്പ് മുഴുവൻ തെറിയും പറഞ്ഞ് തകർത്തെറിയുന്നു. പക്ഷെ എന്ത് പറയാനാ, ഒരു മെനയും കിട്ടുന്നില്ലല്ലോ. എവളെന്തിനാ സ്കൂൾ ബാഗ് വിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്? ബോയ്ഡ് അവിടെ ഇല്ലയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കയറി വന്നതാണ് സോഫിയ. എന്നിട്ട് ആക്ടിങ് എന്ന പോലെ ബോയ്ഡേ ഇവിടെ ഉണ്ടോ എന്ന് വിളിച്ച് നേരെ ഉള്ളിലെ മുറിയിലേക്ക് പോയി മേശ തുറക്കുമ്പോൾ എന്തിനാ, നിങ്ങളെല്ലാവരും പരാതിയായിരുന്നില്ലേ സോഫിയ വന്നിട്ട് ഇതേവരെ തുണി മാറ്റിയില്ലെന്ന്. അതവൾക്ക് ഫീൽ ചെയ്ത് വേറെ തുണി എടുക്കാൻ വന്നതാണ്. എന്നാൽ അത് മറ്റാരുടെയുമല്ല,
മാൻ ഇൻ യെല്ലോയുടേത്. തൻ്റെ പഴയ രൂപം ധരിച്ചിരുന്ന ആ ഒരു സ്യൂട്ട്. ഇതും ബാക്കിലാക്കി പോവുകയാണ് അവൾ. എന്തോ പ്ലാൻ ഉണ്ട്. ഈ പോസ്റ്റ് ഓഫീസ് തുറന്നിട്ട് ബോയ്ഡ് അങ്ങോട്ടാണ് പോയെ. അയാൾ ഫാത്തിമയുടെ ചെക്കപ്പ് കഴിഞ്ഞിട്ടും ക്ലിനിക്കിൻ്റെ പരിസരത്ത് തന്നെ നിൽക്കുമായിരുന്നു. ക്രിസ്റ്റി പുറത്തേക്ക് വരുമ്പോൾ എന്തോ വലിയ ചിന്തയിലാണ്ട് നിൽക്കുന്നത് കണ്ട് എന്താണ് പ്രശ്നമെന്ന് അവൾ ചോദിക്കുമ്പോൾ ബോയ്ഡ് തൻ്റെ രഹസ്യങ്ങൾ ക്രിസ്റ്റിയോട് തുറന്ന് പറയുകയാണ്. ഒടുവിൽ തൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചും കൈകൾ വിറയ്ക്കുന്നതിനെക്കുറിച്ചും താൻ ഇതുവരെ എല്ലാവരോടും കള്ളം പറയുകയായിരുന്നു എന്ന് ബോയ്ഡ് സമ്മതിക്കുന്നു. കഴിഞ്ഞ ദിവസം ക്രിസ്റ്റിയോട് പറഞ്ഞ പോലെ ഒരു തവണയല്ല ആ ഒരു വിഷൻ വന്നിരിക്കുന്നത്, ഇപ്പോൾ സ്ഥിരമാവുകയാണ്. കഴിഞ്ഞ ഒരു ദിവസം കല്ലറയിൽ നിന്നും ആബിയുടെ കൈ, കോളനി ഹൗസിൽ വെച്ച് മോതിരം, പിന്നെ കളിപ്പാട്ടത്തിലെ ഫോട്ടോ, ഇതെല്ലാം തൻ്റെ മരിച്ച ഭാര്യ ആബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് തുറന്നു പറയുകയാണ്. കാരണം എന്നെന്തെങ്കിലുമില്ലാതെ ഇപ്പോൾ ഇത് വല്ലാതെ അലട്ടലായിട്ടുണ്ട്. നിലവിലെ ഈ സാഹചര്യത്തിൽ ജെയ്ഡിൻ്റെ കണ്ടുപിടുത്തത്തിലൂടെ ഈ ടൗണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരിക്കുകയാണ്. അതിനുള്ള വഴികൾ കണ്ടുപിടിക്കാൻ തൻ്റെ ഈ മാനസികാവസ്ഥ ഒരു തടസ്സമാകുമോ എന്ന് ബോയ്ഡ് ഭയപ്പെടുന്നു. അതുകൊണ്ട് തൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഈ ഒരു അവസ്ഥ അത് കൂടുതൽ സീരിയസ് ആകും മുമ്പ് കുറച്ച് നേരത്തേക്കെങ്കിലും മാറ്റിവെക്കാൻ എന്തെങ്കിലും ഗുളികയോ മരുന്നോ അങ്ങനെ എന്തെങ്കിലും തരണമെന്ന് ബോയ്ഡ് ക്രിസ്റ്റിയോട് ആവശ്യപ്പെടുന്ന അത്ര മോശം സിറ്റുവേഷൻ. എന്നാൽ നിസ്സഹായ ക്രിസ്റ്റി പറയുന്നത് ഇതിന് പരിഹാരമാകുന്ന യാതൊരു മരുന്നും അവളുടെ പക്കലില്ല എന്നാണ്. അതായത് ഈ അവസ്ഥയെ ഇല്ലാതാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. സ്വയം നേരിട്ടുകൊണ്ട് അതിനെ തരണം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. സോഫി അങ്ങനെ ബാഗുമായി തിരികെ സാറയ്ക്കടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ വലിയ ദേഷ്യത്തിലാണ്. രാത്രി മുഴുവൻ കോളനി ഹൗസിൽ നിന്നിട്ട് അതൊന്നും അറിയിക്കാൻ പോലും സോഫി തയ്യാറായില്ല. അതാണ് റീസൺ. സോഫി മാപ്പ് ചോദിക്കുകയും ഈ ടൗണിലെ അവസ്ഥ കണ്ട് തൻ്റെ സമനില തെറ്റുകയാണെന്നും അവൾ കരഞ്ഞു പറയുന്നു. ബാഗിൽ ഡ്രസ്സാണെന്നും എന്നാൽ ഇവിടെ ഉള്ളതെല്ലാം മരിച്ചവരുടേതായതുകൊണ്ട് ഇടാൻ തോന്നുന്നില്ലെന്നും തകർന്നു നിൽക്കുന്ന കണ്ട് സാറയ്ക്ക് പാവം തോന്നുകയും അവൾ ആശ്വസിപ്പിച്ചിട്ട് ഡൈനറിലേക്ക് അവിടെ മാനിനെക്കുറിച്ച് സെർച്ച് ചെയ്യുന്ന സംഘത്തെ സഹായിക്കാനായി പോകുന്നു. നമുക്കൊരുമിച്ച് പിന്നീട് ഇവിടെയുള്ള തുണി ഷെഡിൽ പോയി നല്ല തുണി നോക്കിയെടുക്കാം എന്നൊക്കെ സമാധാനിപ്പിക്കുന്നെങ്കിലും അവൾ അറിയുന്നില്ല അതേ മാനിനെല്ലോ ആണ് മുന്നിൽ നിൽക്കുന്നതെന്നുള്ള തുണിയില്ലാ സത്യം. സോഫിയുടെ ഇപ്പോഴത്തെ ഇരയായ ഹെൻറി ഡൈനറിൽ നിന്ന് പച്ചക്കറി അരിയവേ വീണ്ടും മെനക്കെട്ട വിഷൻസ് വരാൻ തുടങ്ങുകയാണ്. അയാളുമായി സംസാരിച്ച് നടക്കെ ബാക്ടറിയുടെ കയ്യിൽ നിന്ന് ഒരു പാത്രം താഴേക്ക് വീഴുന്നതും പെട്ടെന്നുണ്ടാകുന്നൊരു വിഷനിൽ അതാ വീണ്ടും ആശുപത്രി കിടക്കയിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ. ഇത്തവണ യുദ്ധഭൂമിയിൽ അതാ ഒരു പുതിയ പടൻ. അവിടെയും ഒരു പാത്രം വീണത് എടുത്തു നിൽക്കെ ആ ചെക്കൻ മുത്തച്ഛൻ എഴുന്നേറ്റേന്ന് വിളിച്ച് പറയുന്നു. ടിപ് ടോപ്പ് വിക്ടർ ഉടൻ തന്നെ വീണ്ടും അടുത്തേക്ക് ഓടി വന്ന് നോക്കുകയാണ്. ഹെൻറിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയാൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ വിക്ടർ സംസാരിക്കാൻ തുടങ്ങുന്നു. കുറേ കാലങ്ങൾ മുമ്പ് മിറണ്ട ഹെൻറിക്ക് ഒരു ബർത്ത്ഡേ സ്പെഷ്യലായി ലഹരി ഡ്രഗ് കൊടുത്തിരുന്നു. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് മയക്കുമരുന്ന് അടിക്കാറുള്ള കാര്യം നമ്മൾ മുന്നേ അറിഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ വിക്ടർ പറയുന്നത് ഹെൻറി ബർത്ത്ഡേ ആണെന്ന് ലഹരി ഉപയോഗിച്ച ശേഷം അതിൻ്റെ റിയാക്ഷൻ കാരണം ഹെൻറിക്ക് യാഥാർത്ഥ്യവും ഭാവനയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതെ ആയെന്ന്. ഹെൻറി കുറേ കാലമായി ഈ കെയർ ഫെസിലിറ്റിയിൽ തന്നെയാണെന്നും ഡോക്ടർമാർ തന്നെ സുഖപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും വിക്ടർ ഉറപ്പിച്ച് പറയുന്നു. ആ കണ്ട ചെക്കൻ വിക്ടറുടെ മകൻ സെബാസ്റ്റ്യൻ ആണെന്ന് അറിയുന്നതോടൊപ്പം ഹെൻറിയെ കാണാൻ എലോയിസ് ഉടൻ വരുന്നുണ്ടെന്നും അവളിപ്പോൾ ഒരു സ്കൂൾ ടീച്ചറാണെന്നും വിക്ടർ പറയുന്നത് കേട്ട് ഹെൻറിക്ക് തല പെരുക്കുവാണ്. സന്തോഷമുണ്ടെങ്കിലും ഇതൊന്നും സത്യമാണെന്ന് വെപ്രളം കൂട്ടുന്നതും വീണ്ടും അതേ ഡൈനറിൽ അവിടെ ബാക്ക് ടീം സാറിൽ നിന്ന് തട്ടിവീണ പാത്രങ്ങൾ പെറുക്കുന്നു. ഹെൻറിയുടെ ഷോക്ക് കണ്ട് കാര്യം തീർക്കുന്നതിലും അയാൾ തനിക്കൊന്ന് പുറത്തു പോകണമെന്നും പറഞ്ഞ് കത്തിയും താഴെ വെച്ചിറങ്ങി നടക്കുന്നു. സോഫിയുടെ രക്തം കൂടുതൽ ഭ്രാന്താക്കുകയാണ് ഹെൻറിയെ. എല്ലാം ഘട്ടം ഘട്ടമായാണ് വരുന്നത്. ആദ്യമേ താൻ ആശുപത്രിയിൽ കിടക്കുന്ന പോലെ തോന്നി. പിന്നെ അങ്ങനെ തന്നെ കണ്ടു. അതും ഡോക്ടറും വിക്ടറുമൊക്കെ. ഇപ്പോൾ ആ ഹലൂസിനേഷൻ ഓരോന്ന് പറഞ്ഞ് ഹെൻറിയെ മാനിപ്പുലേറ്റ് ചെയ്യാനും ശ്രമിച്ചിരിക്കുകയാണ്. ഈ ലനിച്ച് പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. ഹെൻറിയുടെ പുത്രൻ വിക്ടർ ഇന്നേരം ടാബിയെയും ഈതനെയും കൊണ്ട് ആ കണ്ടെയ്നറിലേക്ക് പോയി പണ്ട് ഈ ടൗണിലുള്ള എല്ലാവരും കൊല്ലപ്പെട്ടതിന് ശേഷം താൻ എങ്ങനെയാണ് ജീവിച്ചു വന്നത് എന്നവൻ ഈതനെ പറഞ്ഞു കൊടുക്കുന്നു. അന്ന് സെല്ലാറിൽ നിന്നിറങ്ങി വന്ന് ദുരന്ത കാഴ്ചകൾ കണ്ടു നിന്ന ആ സമയം അപ്പോഴാണ് ബോയ് ഇൻ വൈറ്റ് അവന് മുന്നിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതും ഇനി അങ്ങോട്ട് എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തരാൻ തുടങ്ങിയതും. ബോയ് ഇൻ വൈറ്റ് ആണ് ഈ കണ്ടെയ്നർ കൊണ്ടുവന്ന് കാട്ടിത്തന്നത്. ആ സമയം ഇതിൽ നിറച്ചും ടിന്നിലടച്ച പീച്ചുകളായിരുന്നു. അപ്പോൾ അതാണ് വിക്ടറിന് പീച്ചസിനോട് പ്രത്യേക അടുപ്പം തോന്നിയത്. അവനെ നമ്മൾ ആദ്യമായി കാണുമ്പോൾ പീച്ചസിന് തിരക്ക് വന്ന് നിൽക്കുമായിരുന്നില്ലേ. ഇതും പുറത്തു നീട്ടുന്ന ഭക്ഷണം വെച്ച് എങ്ങനെ ജീവിക്കാമെന്നും കൂടാതെ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ തന്നിൽ തന്നെ വിശ്വാസം അർപ്പിക്കണമെന്നും ബോയ് ഇൻ വൈറ്റ് വിക്ടറോട് പറഞ്ഞിരുന്നു. തൻ്റെ ചുറ്റുമുള്ള സാധനങ്ങളെ തൻ്റെ സുഹൃത്തുക്കളായി സങ്കല്പിച്ചാണ് വിക്ടർ ഈ ഒറ്റപ്പെടലിനെ മറികടന്നത്. ചുമരും ഭിത്തിയും അങ്ങനെ ഓരോ വസ്തുക്കളും. ഈതൻ പക്ഷേ അങ്ങനെയൊന്നും ചെയ്യേണ്ടെന്നും അതിനായി വേറൊരു സൂത്രമുണ്ടെന്നും പറഞ്ഞ് വിക്ടർ പുറത്തേക്ക് പോകുമ്പോൾ തബീത്തയ്ക്ക് ഇതെല്ലാം കേട്ട് സഹിക്കാൻ പറ്റാത്ത തൊല്ലയാണ്. മകനോട് ഇത്രയും വികൃതമായ കാര്യങ്ങൾ പറയുന്ന അവൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്നാൽ ഈതൻ അതിന് ഓക്കെയാണ് പോലും. അങ്ങനെ വിക്ടർ ഇതിനു വേണ്ടി കൊണ്ടുവരുന്നത് 2 പാവകളാണ്. ഇനി ഭാവിയിൽ ഇതിനും ജീവൻ വയ്ക്കുമോ ആവോ. വിക്ടർ തൻ്റെ അമ്മ മിറാണ്ടയായും സഹോദരി എലോയ്സയും സങ്കല്പിച്ച പാവകളാണത്.
ചെറുപ്പത്തിൽ ഇതിനോടൊക്കെ സംസാരിച്ചും അത് തിരിച്ച് സംസാരിക്കുന്നതായി ഇമാജിൻ ചെയ്തുമൊക്കെയായിരുന്നു വിക്ടർ ജീവിതം പിടിവിട്ടു പോകാതെ കഴിച്ചു കൂട്ടിയത്. ഇതെല്ലാം ഒരു സെൻറ്റിമെൻ്റൽ സീൻ ആണെങ്കിലും കോമഡി അതല്ല. ഇതിപ്പോൾ ആ പാവകൾ ഇതിന് കൊടുത്തിട്ട് നമുക്ക് ഈ പാവയെ നിൻ്റെ അമ്മയാക്കാം, മറ്റേ പാവയെ ജൂലിയമാക്കാം, ഇതിരി ചെറുതാണേലും ജൂലിയായിട്ട് കണ്ടോ, അപ്പം അവർ മരിക്കുമ്പോൾ നിനക്കെന്നെ പോലെ സംസാരിക്കല്ല, ഹാപ്പി അല്ലേ? ഇതെല്ലാം കേട്ട് തബീത്ത് അവിടെ ഇരിക്കുകയാണെന്ന് ഓർക്കണം. അവൻ്റെ അമ്മയുടെ ഒരു പാവ. ഇതേ കണ്ട് തബീത്തേക്ക് കൺട്രോൾ പോകുന്നു. ഈ കൂട്ടക്കൊലയ്ക്ക് ശേഷമുള്ള തയ്യാറെടുപ്പ് പഠിപ്പിക്കലൊക്കെ നിർത്താൻ അവൾ വിക്ടറിനോട് ആവശ്യപ്പെടുന്നു. മരണത്തെക്കുറിച്ചോ നഷ്ടങ്ങളെക്കുറിച്ചോ ഓർത്ത് ഈദൻ ഭയക്കേണ്ടതില്ലെന്നും താൻ ഇവിടെ ഉള്ളപ്പോൾ ഈദനൊരിക്കലും ഒറ്റയ്ക്കാകില്ലെന്നും എന്ത് വില കൊടുത്തും രക്ഷിക്കുമെന്നും തബീത്ത സ്ട്രോങ് ആയി ഈദനോട് ഉറപ്പ് കൊടുക്കുകയാണ്. കാര്യം നല്ലൊരു ഇമോഷണൽ ഹൈ സീനാണത്. പക്ഷേ ഇത് കേട്ട് വിക്ടർ അവിടെ നിന്ന് പറയുന്നതോ, എൻ്റെ അമ്മച്ചി ഇത് തന്നെ ആയിരുന്നെന്ന് പറഞ്ഞത്. എന്തോ ചെയ്യാനാ നോക്കണേ, തബീത്തയുടെ നെഞ്ചിൽ കുത്തിയ പോലായിപ്പോയി. അതേസമയം ഫാത്തിമ തൻ്റെ സാധനങ്ങൾ എടുക്കാൻ തിരികെ റൂമിലേക്ക് വരുമ്പോൾ എല്ലിസും അവൻ്റെ തുണിയൊക്കെ പാക്ക് ചെയ്യുന്നത് കാണുന്നു. ഫാത്തിമയുടെ കൂടെ ക്ലിനിക്കിൽ നിൽക്കാനാണ് അവൻ്റെയും പ്ലാൻ. കാരണം മരിയൽ ആ പറഞ്ഞതിന് ശേഷം ക്ലിനിക്കിൽ ഇനി ഒറ്റയ്ക്ക് വിടുന്നത് പന്തിയാവില്ലെന്നറിയാം. എന്നാൽ ഫാത്തിമ തൻ്റെ കൂടെ വരുന്നതിൽ നിന്ന് എല്ലിസിനെ വിലക്കുന്നു. ഇതവനെ വീണ്ടും ദേഷ്യം പിടിപ്പിക്കുന്നതും മരിയലിൻ്റെ തിയറിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. ഫാത്തിമയിലെ ഈ മാറ്റം ഒരു അനുഗ്രഹമാണെന്ന് പറയുന്ന മരിയലിൻ്റെ വാക്കുകൾ അവൻ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ഫാത്തിമ മരിയലിൻ്റെ ഈ തിയറി അനുകൂലിക്കുന്നത് കണ്ട് എല്ലിസ് ശരിക്കും ഞെട്ടുന്നുണ്ട്. സത്യത്തിൽ ഫാത്തിമയ്ക്ക് വേറെ വഴിയില്ല. നടക്കുന്ന കാര്യങ്ങളെ അതുപോലെ ഉൾക്കൊള്ളുകയല്ലാതെ അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? തനിക്കിപ്പോൾ ഒരു മോൺസ്റ്ററെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതിനെയും പരീക്ഷിച്ചും ഉപയോഗിച്ചും ഇവിടെ നിന്നും എല്ലാവരെയും രക്ഷപ്പെടുത്തി അവരുടെ വീടുകളിലേക്ക് എത്തിക്കണമെന്ന് നിൽക്കുന്നുണ്ട്. എല്ലിസിൻ്റെ കണ്ണ് നിറയുവാണ്. നീ പോയാ എനിക്ക് പിന്നെ എന്ത് വീടാ പൊന്നെ? ഇതായിട്ട് ഫാത്തിമ വന്നവനെ കെട്ടിപ്പിടിച്ച് കൽബിനെ ആശ്വസിപ്പിക്കുമ്പോൾ ക്ലിനിക്കിൽ എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് ഇത്തരം തിയറികൾ പറഞ്ഞതിന് ക്രിസ്റ്റി മരിയലിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ആരോഗ്യാവസ്ഥ അനുഗ്രഹമാണെന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ചിട്ട്. പക്ഷേ മരിയൽ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നമ്മളെ കൊല്ലാൻ നടക്കുന്ന ഒരു രാക്ഷസിൽ നിന്നാണ് ഫാത്തിമ വിജയകരമായി ഒരാളെ രക്ഷിച്ചത്. ഇത് കണ്ണ് തുറന്നു നോക്കിയ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. ഈ ടൗണിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഫാത്തിമയ്ക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചോ സംസാരിക്കാൻ അനുയോജ്യമായൊരു സമയം നോക്കി നിൽക്കാൻ തനിക്ക് കഴിയില്ലെന്നാണ് മരിയൽ പറയുന്നത്. പ്രത്യേകിച്ചും അവൾക്കായി റിട്ടറിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന വലിയൊരു മൈൻഡ് സെറ്റിലാണ്. എന്തായാലും ഇപ്പോൾ ഫാത്തിമ ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് ആർക്കും അറിയാൻ കഴിയാത്തതുകൊണ്ട് ക്രിസ്റ്റി ശക്തമായി താക്കീത് കൊടുക്കുന്നു. അവൾ എൻ്റെ പേഷ്യൻ്റ് ആണെന്നും ഇനി എന്തെങ്കിലും ഫാത്തിമയോട് സംസാരിക്കും മുന്നേ ഞാനുമായി സംസാരിക്കണമെന്നും പറഞ്ഞിട്ട്. ജെയ്ഡൊടുവിൽ നമ്മൾ കരുതിയ പോലെ വലിയൊരു വിവരം കണ്ടുപിടിക്കുകയാണ്. വീണ്ടും തട്ടിത്തെറിപ്പിച്ച ടണലിൻ്റെ ആ സോക്കോൾഡ് മാപ്പൊക്കെ വീണ്ടും കൃത്യമായി അടുക്കി വയ്ക്കുകയാണ്. ബോർഡിൻ്റെ കടകട സംസാരം പിറുകൊടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ അസ്ഥികളുള്ള പ്രധാന ഗുഹയുടെ മോഡൽ എടുത്ത് വെക്കുമ്പോഴാണ് പെട്ടെന്ന് ആ സ്പാർക്ക്. ജെയ്ഡ് കണ്ട ആ വിഷൻ, കുട്ടികൾ കിടക്കുന്ന ബലിപീഠങ്ങൾക്ക് മുകളിലെ ആ സിമ്പൽ, വേരുകൾ പിണഞ്ഞ ആ സിമ്പൽ ഒരു എക്സിറ്റാണ്. യുറേക്കാ! ഇത് മനസ്സിലാക്കി ബോയിനടുത്തേക്ക് ഓടുമ്പോൾ അവിടെ ഷെരീഫ് വല്ലാത്തൊരവസ്ഥയിലാണ്. കാരണം മാനിനേലയുടെ വസ്ത്രം കാണാനില്ല. അതാരോ ഒന്ന് എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. കെന്നി പോസ്റ്റ് ഓഫീസിലേക്ക് വരുമ്പോൾ ഇതെവിടെയും തിരഞ്ഞു നിൽക്കുവാണ് ഷെരീഫ്. എന്നാലും ആ ഒരു വസ്ത്രം മാത്രം ആരെടുത്തുകൊണ്ട് പോയതായിരിക്കും എന്നാലോചിക്കുന്ന കെന്നി. ഇത് കേട്ട് എനിക്കറിഞ്ഞൂടാ, ചിലപ്പോൾ അഴിച്ചിട്ട് ആൾ തന്നെ കാട്ടിലൂടെ മുഴുവൻ കളയിട്ട് നടന്ന് മടുത്തിട്ടുണ്ടാവും. പുള്ളി തിരിച്ചു വന്നെടുത്തുകൊണ്ട് പോയതായിരിക്കും എന്ന് ബോയിഡ്. എന്ത് കോമഡിയാ അതൊക്കെ! ഇനി ഇത് വിക്ടറോ ഹെൻറി എടുത്തായിരിക്കുമോ പ്രതികാരകം ചെയ്യാൻ എന്ന് കെന്നി നിൽക്കുകയാണ്. പുറത്തുനിന്ന് ജെയ്ഡിൻ്റെ നീട്ടിവിളി. ഇനി അടുത്ത നാശം എന്താണെന്ന് ബോയിഡ് മിണ്ടാതെ നിൽക്കുന്നതും ജെയ്ഡ് വന്ന് ഈ കാര്യം പറയുന്നു. മാനിനിയിലെ സൂട്ടും പുല്ലുമൊക്കെ അവിടെ കിടക്കട്ടെ. നിങ്ങൾ പറഞ്ഞ പോലെ ഗുഹയിൽ നിന്നുള്ള രണ്ടാമത്തെ വഴി ഞാൻ കണ്ടെത്തിയെന്നും അത് ബോട്ടിൽ ട്രീ ആണെന്നും പറയുന്നത് കേട്ടിട്ടും അവർക്കൊരു പിടിയും കിട്ടാതെ നിൽക്കുന്നുണ്ട്. ജെയ്ഡ് അവരെ നേരെ ബോട്ടിൽ ട്രീക്ക് അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അത് തന്നെയാണ് എൻ്റെ അമ്മച്ചി എന്ന് പറഞ്ഞത്. വിക്ടറിൻ്റെ ഡയലോഗിൽ ഷോക്കടിച്ച് കുറേ നേരം നിന്ന ശേഷം തബീത്ത എങ്ങനെയെങ്കിലും അവരെയും കൂട്ടി തിരികെ ടൗണിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ബോയ്ഡും ജെയ്ഡും ഒരു പുതിയ വഴി കണ്ടെത്താനുള്ള പ്ലാനിലാണെന്ന് പറയുന്നെങ്കിലും ഈദൻ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത്. ഈ ടൗണിൽ നമ്മൾ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും പരാജയപ്പെടാറുള്ളതുപോലെ ചിലപ്പോൾ ബോയ്ഡിൻ്റെയും ജെയ്ഡിൻ്റെയും പ്ലാനും പൊളിഞ്ഞേക്കാം. അങ്ങനെ സംഭവിച്ചാൽ അതിനെ നേരിടാൻ താൻ തയ്യാറായിരിക്കണം എന്നാണ് ഈദൻ പറയുന്നത്. എങ്കിലും പഴയ പോലെയുള്ള കാര്യങ്ങളൊന്നും ഇത്തവണ എല്ലാവർക്കും രക്ഷപ്പെടാൻ കഴിയുമെന്നും തബീത്ത ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം മിറാണ്ട എന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവർക്ക് വേണ്ടിയിരുന്ന ഉത്തരങ്ങൾ കിട്ടിയിരുന്നില്ല. എന്നാൽ തനിക്കും ജെയ്ഡിനും ഇപ്പോൾ രക്ഷപ്പെടാനുള്ള ഉത്തരങ്ങൾ ലഭിച്ചു കഴിഞ്ഞെന്ന് തബീത്ത പറയുന്നു. അതുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങൾ പഴയതുപോലെ അല്ലെന്ന് ഈദനെ മനസ്സിലാക്കാൻ ശ്രമിച്ച ശേഷം വിക്ടറേയും അവൾ നല്ല രീതിക്ക് ആശ്വസിപ്പിക്കുന്നുണ്ട്. മിറാണ്ട അവനെ അത്രത്തോളം സ്നേഹിച്ചിരുന്നതായും തൻ്റെ മകനെ രക്ഷപ്പെടുത്താൻ മിറാണ്ട വളരെയേറെ ശ്രമിച്ചെന്നും പറഞ്ഞിട്ട്. കാരണം അതെല്ലാം തനിക്കുള്ളിൽ അറിയാൻ കഴിയുമെന്നും മിറാണ്ട മൂലമാണ് താൻ ബോട്ടിൽ ട്രീയിലൂടെ പുറം ലോകത്തേക്ക് എത്തിയതെന്നും തബീത്ത പറയുന്നു. ഒരുപക്ഷെ താൻ ആ വഴി കണ്ടുപിടിച്ച ശേഷം വീണ്ടും ഇവിടേക്ക് തിരിച്ചു വന്നത് വിക്ടറെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനുള്ള നിയോഗത്താലായിരിക്കാം എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ പിടിച്ച് ഒരമ്മയുടെ അവന് ലഭിക്കാതെ പോയ ആ വാത്സല്യം ലഭിച്ച് റിലീഫായി അവർ മൂന്നുപേരും അവിടെ നിന്ന് അങ്ങനെ തിരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് അവരുടെ വീട്ടിലൊരു സംഭവം നടന്നിരുന്നു. സോഫിയ ആരുമില്ലെന്ന് മനസ്സിലാക്കി ആ വീട്ടിലേക്ക് കയറി കൂടി. എന്നിട്ട് അവിടെ കഴുകാനിട്ടിരുന്ന ഒരു കപ്പെടുത്ത് ഷേടാ ഇവളെ കൊണ്ട് വയ്യല്ലേ നേരെ ഈദൻ്റെ മുറിയിലേക്ക് കയറുമ്പോൾ
അവിടെ അവൻ വരച്ചു കൂട്ടിയിരുന്ന കുറേ ഡ്രോയിങ്സും. സോഫിയ എന്തോ പദ്ധതി മെനയുന്ന പോലെ അതെല്ലാം പെറുക്കിയെടുക്കുമ്പോൾ ബോട്ടിൽ ട്രീ, ജെയ്ഡിനറിയാം ആ ബോട്ടിൽ ട്രീ എന്നത് ആങ്കുയി കുട്ടികൾ ബലിപീഠത്തിൽ മരിക്കാൻ കിടന്നപ്പോഴുള്ള പ്രതീക്ഷ അത് വളർന്ന് ആ സമയത്തുണ്ടായ വേരുകളിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. വ്യക്തമായി പറഞ്ഞാൽ ആ മരത്തിൻ്റെ അടിയിലാണ് ആ അസ്ഥികളുള്ള ശവപ്പറമ്പ് എന്ന് ജെയ്ഡ് പറയുന്നു. ആ മരം മുറിച്ചിട്ടല്ല, അത് പിഴുതു മാറ്റിയാൽ അവർക്ക് നേരിട്ട് ആ അസ്ഥികളുടെ അടുത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു വഴി ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ അകത്തേക്ക് കയറാനും പുറത്തിറങ്ങാനും സാധിക്കും. ജെയ്ഡിൻ്റെ പ്ലാൻ ഇങ്ങനെ: ഈ മരം നിൽക്കുന്നത് കാട്ടിലാണേലും കുറച്ചപ്പുറം വരെ വണ്ടികൾക്ക് വരാൻ കഴിയും. അപ്പോൾ സംഭവം ഒരു സംഘം ടണലിലേക്ക് ഇറങ്ങുന്നു. അവർ ആ ഗുഹയിലേക്ക് എത്തുന്നതും എൻട്രിയിലായി ഒരു ടാലിസ്മാൻ സ്ഥാപിക്കും, ഒരു കരുതലിന് വേണ്ടി. അത് വർക്കാകുമോയെന്ന് ഡൗട്ടാണ്, കാരണം വാതിലൊന്നും ഇല്ലല്ലോ. എന്നിട്ട് ആ സംഘം അവിടെ അസ്ഥികൾ കുഴിച്ചെടുക്കുമ്പോഴേക്കും മറ്റൊരു വലിയ സംഘം ഒന്നിച്ചുകൂടി വണ്ടികളിലായി മരം പിഴുതു മാറ്റാനുള്ള സജ്ജീകരണങ്ങളുമായി ഇവിടേക്കെത്തി അത് തുടങ്ങണം. അസ്ഥി കിട്ടിക്കഴിയുമ്പോഴേക്കും ഗുഹയിലെ ടീമിനെ റോപ്പ് വെച്ച് മുകളിലേക്ക് വലിച്ചു കയറ്റുക എന്നതാണ് ജെയ്ഡിൻ്റെ പ്ലാൻ. കേൾക്കുമ്പോൾ വളരെ നല്ലൊരു പ്ലാൻ. കെന്നിയും കൺവിൻസ്ഡായി. എന്നാൽ ബോയ്ഡിന് ഇതത്ര പൂർണ്ണമായി തോന്നുന്നില്ല. കാരണം അയാൾ ആലോചിക്കുമ്പോൾ ഈ പ്ലാനിൽ പലതും പാളിപ്പോകാൻ സാധ്യതയുണ്ട്. ആളുകൾ മരിക്കാൻ ഇവിടെയുണ്ട്. മരത്തിൻ്റെ അടിയിലൂടെ പോകുന്ന വഴി നല്ലൊരു ഓപ്ഷനാണെന്ന് ബോയ്ഡ് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ബേസ്മെൻ്റ് വഴി പോകുന്ന സംഘം അവിടുത്തെ നിൽക്കെ മരം പിഴുത് കളയാൻ സാധിച്ചില്ലെങ്കിലോ? അതിൻ്റെ സജ്ജീകരണങ്ങൾ ഫെയിലായാലോ? അങ്ങനെ സംഭവിക്കില്ലെന്ന് ഇപ്പോൾ ജെയ്ഡിന് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതിൽ പരാജയപ്പെട്ടാൽ അവർക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്ലാൻ ബി കൂടെ വേണമെന്ന് ബോയ്ഡ് ആവശ്യപ്പെടുകയാണ്. ഇതോടെ കെന്നിക്ക് മനസ്സിലായി റൂട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അവിടെ വീണ്ടും ഒരു വഴക്കുണ്ടാവുകയാണ്. കഷ്ടപ്പെട്ട് തലകുഞ്ഞ് ഇത്രയും കണ്ടുപിടിച്ചിട്ട് ഇനി പ്ലാൻ ബിയും വേണോ എന്ന് ജെയ്ഡിൻ്റെ സമനില തെറ്റുന്നെങ്കിലും ബോയ്ഡ് അല്പം പോലും മാറുന്നില്ല. കുറച്ചുപേരെ പാതാളത്തിലെ മരണക്കെണിയിലേക്ക് വിടുമ്പോൾ അവരുടെ ജീവന് യാതൊരു അപകടവും വരാത്ത തികഞ്ഞൊരു പ്ലാൻ കൊണ്ടുവരുന്നവരെ ഈ പണി തുടരാൻ ബോയ്ഡ് വളരെ ദേഷ്യത്തോടെ ജെയ്ഡിനോട് പറഞ്ഞുകൊണ്ട് പോകുന്നു. എന്നാൽ അയാൾ കാട്ടിലൂടെ നടക്കുമ്പോൾ കെന്നി വിളിക്കുന്ന കേട്ട് തിരിയുമ്പോൾ അവൻ മറ്റൊരു ഡയറക്ഷനിൽ. ഓ, എന്താ സംഭവിക്കുന്നത്? ബോയ്ഡിൻ്റെ മറ്റൊരു വിഷനാണ്. എന്നാൽ അത് ഇതേവരെ കണ്ടതിൽ ഏറ്റവും ഭീതിജനകമെന്ന് വെച്ചാൽ റിയൽ ഹൊറർ. അവിടെയായി തബീത്തയും ഡോണയും ജെയ്ഡും എല്ലാം മരിച്ചു കിടക്കുന്നത് അയാൾ കാണുകയാണ്. എല്ലിസിനെ കൊന്നു നിൽക്കുന്ന ആബി. അവരെ വിളിക്കുന്നതും ആബി തിരിഞ്ഞു നിന്നിട്ട് ചോര തുപ്പാൻ തുടങ്ങുന്ന ആ ഒരു ഷോക്കിൽ ബോയ്ഡിൻ്റെ മൈൻഡ് തിരികെ വരുന്നു. ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ബോയ്ഡ് കാട്ടിൽ നിന്ന് ഉറക്കെ അലറുകയാണ്. എന്താണ് നിനക്കൊക്കെ വേണ്ടതെന്ന് ആക്രോശിച്ചുകൊണ്ട്. ഇതിപ്പോൾ ഹെൻറിക്ക് സോഫിയുടെ ബ്ലഡ് ഒഴിച്ചതിന് ശേഷം വരുന്ന ഹലുസിനേഷൻസിനേക്കാൾ ഭീകരമാണല്ലോ. ഹെൻറി ഡൈനറിലെ ആ വിഷൻ്റെ അലട്ടിൽ ഇറങ്ങി നടന്ന് ചെന്നെത്തുന്നത് മലമുകളിലേക്കാണ്. വിക്ടർ മിറാണ്ടയുടെയും എലോയ്സിൻ്റെയും സ്മാരക കല്ലറ എന്നോണം കരുതിയിരിക്കുന്ന ആ ഒരു പ്ലേസിലേക്ക്. എന്താണിപ്പോൾ തനിക്കിങ്ങനെ ആശുപത്രിയിലെ ദൃശ്യങ്ങൾ തുടർച്ചയായി കാണാൻ കഴിയുന്നത് എന്നയാൾ ചിന്തിക്കുകയാണ്. ബോയ്ഡ് ആബിയുടെ കല്ലറയ്ക്കരികിൽ പോയി നിന്ന് സംസാരിക്കുന്ന പോലെ അവിടെ നിന്ന് മിറാണ്ടയുടെ നാണം ഇതേക്കുറിച്ച് സംസാരിക്കുന്നു. ചിലപ്പോൾ ഇതെല്ലാം ഒരു തോന്നലാണെങ്കിൽ പോലും അതിൽ താൻ കണ്ട വിക്ടർ വളരെ നല്ല നിലയിലും ഒപ്പം ഒരു മകനും ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ നിൽക്കുന്നതെല്ലാം സത്യത്തിൽ ഡ്രഗ് അടിച്ചതുകൊണ്ടാണോ എന്ന ചിന്ത അയാളെ വീണ്ടും അതേ കെയർ ഫെസിലിറ്റിയിലേക്ക് എത്തിക്കുന്നു. ഇത്തവണ വിക്ടറും സെബാസ്റ്റ്യനും ഒപ്പം ഡോക്ടറും കിടക്കക്കരികിലുണ്ട്. പിന്നെ നോം കണ്ടിരിക്കണോ, ഈ ഡോക്ടറും ബോയ്ഡ് മുമ്പിൽ കണ്ട ബെല്ലറീന ഡാൻസറും ഒന്നാണെന്നുള്ള ചില സംസാരങ്ങൾ. അങ്ങനെയല്ല പൊന്നെ, ഈ രണ്ടും രണ്ട് പേരാണ്. എനിക്കും ഇതേ ഡൗട്ടുണ്ടായി. ഞാൻ നോക്കിയപ്പോൾ രണ്ടും രണ്ട് കാസ്റ്റാണ്, രണ്ട് ആക്ടേഴ്സാണ്. ശരി, ഇപ്പോൾ ഹെൻറി എഴുന്നേൽക്കുമ്പോൾ ആ സെയിം ബ്ലൂ സോങ് ഫോണിൽ പ്ലേ ചെയ്തിരിപ്പുണ്ട് സെബാസ്റ്റ്യൻ. ആ ജൂക്ക് ബോക്സിലും കാർ റേഡിയോയിലും കേട്ട അതേ മ്യൂസിക്. ഹെൻറിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നുണ്ടെന്ന് അറിയിക്കുന്ന ഡോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്. മകനും കൊച്ചുമകനുമുള്ള ഈ യഥാർത്ഥ ലോകത്ത് തുടരണമെങ്കിൽ ഹെൻറി ഒരു കാര്യം ചെയ്യണം. ആ ടൗൺ എന്ന ഭാവന ലോകത്ത് ഇപ്പോൾ പിടിച്ചു നിർത്തുന്ന, വീണ്ടും അങ്ങോട്ടേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുന്ന ആ ഒരു ആങ്കർ അല്ലെങ്കിൽ ആ പ്രധാന കണ്ണിയെ നശിപ്പിക്കണം എന്ന് പറയുവാണ് അവർ. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ മനസ്സ് പൂർണ്ണമായും ഈ ആശുപത്രിയിലെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വരുള്ളൂ അത്രേ. ആ ഡോക്ടർ സത്യത്തിൽ അത് വേഷം മാറി വന്ന യെല്ലോ മാനാണെന്ന് നമുക്ക് ഊഹിക്കാം. അവർ ഹെൻറിയോട് പറയാതെ പറയുന്നത് വിക്ടറെ കൊല്ലാനാണ്. ഇതൊരു വേദനയില്ലാത്ത, റിയലല്ലാത്ത കൊലപാതകമാണെന്ന് ഹെൻറി വിശ്വസിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതായത് ഹെൻറിയുടെ ഭാവനയിലുള്ള ആ ടൗണിലെ വിക്ടറിനെ മാത്രം കൊന്നാൽ മതിയെന്നും അത് യഥാർത്ഥ വിക്ടറിനെ ബാധിക്കില്ലെന്നുമാണ് ഡോക്ടർ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ സത്യം അതല്ല. ഹെൻറി ഇതൊക്കെ വിശ്വസിച്ച് ടൗണിലുള്ള വിക്ടറിനെ കൊന്നാൽ സത്യത്തിൽ അയാൾ തൻ്റെ സ്വന്തം മകനെ തന്നെയാണ് കൊല്ലുന്നത്. കാരണം ഈ ടൗൺ യാഥാർത്ഥ്യമാണ്, ആ കെയർ ഫെസിലിറ്റി വെറുമൊരു വിഷൻ മാത്രവും. ഹെൻറി നുണയൊക്കെ വിശ്വസിച്ചോ എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. എന്നാൽ അയാളുടെ മനസ്സ് തിരികെ ടൗണിലേക്ക് വരുമ്പോൾ താൻ ഇപ്പോഴും ഈ ടൗൺ ആണല്ലോ എന്നോർത്ത് വല്ലാതെ സങ്കടപ്പെടുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹെൻറി ഇപ്പോൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ആ യഥാർത്ഥ വിക്ടറിനെയും സെബാസ്റ്റ്യനെയും എലോയ്സിനെയും തിരികെ കിട്ടാൻ വേണ്ടി ടൗണിലെ വിക്ടറെ കൊല്ലാൻ ശ്രമിക്കാനുള്ള സാധ്യത ഇതോടെ വളരെ കൂടുതലായിരിക്കുകയാണ്. ഇനി ഹെൻറി വിക്ടറിനെ കൊല്ലാനാണ് മാനിനെല്ലോ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അതിന് കാരണം? കാരണം മാനിനെല്ലോയ്ക്ക് നേരിട്ട് വിക്ടറെ കൊല്ലാമല്ലോ. ചിലപ്പോൾ ഒരച്ഛൻ സ്വന്തം മകനെ കൊല്ലുന്നത് കാണാനായിരിക്കും ആ സൈക്കോ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ വിക്ടറിനെ എന്തോ ഒരു അദൃശ്യ ശക്തി സംരക്ഷിക്കുന്നുണ്ട്.
ഈ ടൗണിൻ്റെ കെണിയിൽ വീഴാതിരിക്കാനായി. ഒന്ന് നോക്കിയാൽ അവൻ ഇത്രയും കാലം അവൾ അതിജീവിച്ചത് തന്നെ വലിയൊരു അത്ഭുതമാണ്, അതും ഒറ്റയ്ക്ക്. ഒരിക്കൽ രക്ഷപ്പെട്ട വിക്ടറിന് ഇനിയും രക്ഷപ്പെടാനും ചിലപ്പോൾ ബാക്കിയുള്ളവരെ കൂടി രക്ഷപ്പെടുത്താനും കഴിഞ്ഞേക്കുമെന്ന ഭയം യെല്ലോ മാനിനുണ്ടാകാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ആ കണ്ണി ആങ്കർ മാറ്റാനായി ഹെൻറി ആത്മഹത്യ ചെയ്യുമെന്ന് നമ്മൾ ശക്തമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. കണ്ടെയ്നർ ഹൈഡൌട്ടിൽ നിന്നും തിരികെ എത്തുന്ന സംഘം കോളനി ഹൗസിലേക്കും വീട്ടിലേക്കുമായി പിരിയുകയാണ്. ഡോണയുടെ ആരോഗ്യം അറിയാൻ ഈദൻ ആഗ്രഹിക്കുന്ന കണ്ട് വിക്ടറിനൊപ്പം പറഞ്ഞുവിട്ട ശേഷം താനും വീടൊന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വൈകാതെ വരാമെന്ന് പറഞ്ഞ് തബീത്ത വീട്ടിലേക്ക് കയറുന്നു. എന്നാൽ അവിടെ ഒരു ഷോക്കിംഗ് സംഭവം നടക്കുകയാണ്. ആ ഫോൺ അത് കൃത്യസമയം റിങ് ചെയ്യുന്നു. തബീത്ത അറച്ചറച്ചെടുക്കുമ്പോൾ അത് പറയുന്നത് താൻ തോമസ് ആണെന്നും. തബീത്ത ഒന്നും മിണ്ടുന്നില്ല, കാരണം അവൾക്കറിയാം ഇത് സത്യമല്ലെന്ന്. മുന്നേ ജിമ്മും ഇതേക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്തതാണ്. എന്നാൽ ഒടുക്കം തബീത്ത കെണിയിൽ വീഴുകയാണ്. എത്രയും വേഗാതെ അവരുടെ RV വാഹനം കിടക്കുന്ന സ്ഥലത്തേക്ക് വന്നില്ലെങ്കിൽ ഈദനെയും ജൂലിയെയും ഉപദ്രവിക്കും എന്നും ആ ശബ്ദം ഭീഷണിപ്പെടുത്തുന്നു. തബീത്ത ഇനി എന്ത് ചെയ്യും? അതിനു മുന്നേ നിങ്ങൾ ഫാത്തിമയുടെ കാര്യമൊന്നും അറിയണം, കാരണം അതും ഒരു വലിയ പ്രശ്നമായിരിക്കുകയാണ്. ക്രിസ്റ്റി ഫാത്തിമയുടെ പൾസും മറ്റ് വൈറ്റൽസും പരിശോധിച്ച് എന്തെങ്കിലും ശാരീരിക പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, വളരെ നോർമലായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഒരു വലിയ പ്രശ്നം ക്രിസ്റ്റി പരിശോധനയിൽ കണ്ടെത്തുന്നുണ്ട്. അത് മരിയലിനോടായി മാറ്റി നിർത്തി പറയുകയാണ്. ഇതിനിടെ ക്രിസ്റ്റിയുടെ നിർദ്ദേശപ്രകാരം മരിയൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണെങ്കിലും ഫാത്തിമ ഇങ്ങോട്ടേക്ക് ചോദിക്കുന്നു മോൺസ്റ്റേഴ്സിനെ തളർത്താൻ തൻ്റെ പുതിയ ശക്തി എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച്. മരിയലും അത് കേട്ട് നമുക്ക് ട്രൈ ചെയ്യാം എന്നൊക്കെ നിൽക്കുകയാണ് ക്രിസ്റ്റി അവളെ മാറ്റി നിർത്തി ഈ ഒരു സംഭവം പറയുന്നത്. ഫാത്തിമയുടെ പൾസും ഹൃദയടുപ്പൊക്കെ നോക്കിയിട്ട് അവൾ ജീവനോട് നടക്കേണ്ട ഒരാളെയല്ല. അതായത് ഹേർട്ട് റേറ്റ് വെറും 19 മാത്രമാണ്. ഫാത്തിമയുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കിയാൽ അവളൊരു നടക്കുന്ന ശവമാണിപ്പോൾ. ഓ മൈ ഗോഡ്, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും പേടിയാകും. ഈ ടൗണിലുള്ള രാക്ഷസന്മാർ എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി എങ്ങാനും ഒരു സാധാരണ മനുഷ്യൻ രാക്ഷസനായി മാറുന്ന പ്രോസസ്സാണോ നമ്മളിപ്പോൾ ഫാത്തിമയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഫാത്തിമയുടെ കാര്യം സീരിയസ് ആയിരിക്കുകയാണ് വീണ്ടും. ആ ഒരു വൻ ഭീകര ഹാലൂസിനേഷന് ശേഷം ബോയ്ഡ് തിരികെ പോസ്റ്റ് ഓഫീസിൽ എത്തുമ്പോൾ അവിടെ ഫാദർ ഖാദിരി കാത്തുനിൽപ്പുണ്ട്. അദ്ദേഹത്തിന് മായരൂപം കണ്ട് ആദ്യം ബോയ്ഡ് സംസാരിക്കാൻ തയ്യാറായില്ലേലും എന്നാൽ ആബിയുടെ മരണത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ബോയ്ഡ് ശ്രദ്ധിക്കാൻ തുടങ്ങി. കാട്രി പറയുന്നൊരു വലിയ സത്യമാണ്. ആബിയെ താൻ കൊന്നു എന്ന ആ കുറ്റബോധം ബോയ്ഡ് കളയണം. കാരണം അന്ന് ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളെ കൊന്നതുകൊണ്ട് എല്ലീസിനെ ജീവനോടെ നിലനിർത്തി മറ്റുള്ളവരെ രക്ഷിച്ചു. പറഞ്ഞു വരുന്നത് ജെയ്ഡിൻ്റെ ഈ പ്ലാൻ അത് തള്ളിക്കളയുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ടണലിലേക്ക് പോകുമ്പോൾ ആൾക്കാർ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ ദൗത്യം പൂർണ്ണമായാൽ ഇവിടെയുള്ള ഒട്ടേറെ ജനങ്ങളാണ് രക്ഷപ്പെടാൻ പോകുന്നത്. ആബി മരിച്ചതുകൊണ്ട് എല്ലീസ് രക്ഷപ്പെട്ടു. കുറച്ചുപേർ മരിക്കാൻ നിയോഗിക്കപ്പെടുമ്പോൾ കുറേ പേരാണ് രക്ഷപ്പെടാൻ പോകുന്നതെന്നും അതൊരു സത്യമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോയേ തീരൂ എന്ന് പറഞ്ഞ് ബോയ്ഡിനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിലും ഒന്ന് നോക്കിയാൽ ഷെരീഫിന് ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ള ഒരു ഉപദേശമായിരുന്നു അത്. കാരണം ആകെയുള്ള ഈ ഒരു പ്ലാനുമായി മുന്നോട്ട് പോയാലേ എന്തേലും നടക്കുള്ളൂ, കുറച്ച് വേനകൾ തിന്നേണ്ടി വരണമെങ്കിൽ പോലും. അങ്ങനെ നമ്മൾ വലിയൊരു ഞെട്ടലിലേക്ക് കടക്കുകയാണ്. താനൊരു കെണിയിലേക്കാണ് പോകുന്നതെന്ന് തബീത്തയ്ക്ക് കൃത്യമായി അറിയാം. എങ്കിലും അവൾ RVയുടെ അടുത്തേക്ക് പോകുന്നു. അവിടെ വാഹനത്തിലായി ഈദൻ്റെ ഡ്രോയിങ്സ് ഒക്കെ ഒട്ടിച്ചു വെച്ചതുകൊണ്ട് നോക്കി അങ്ങനെ നിൽക്കെ അവൾ ആ വലിയ വില്ലനെ മുഖാമുഖം കാണുകയാണ്. ദ മാൻ ഇൻ യെല്ലോ ഈസ് ബാക്ക്, ദ മോസ്റ്റ് ഡേഞ്ചറസ്. എന്നാൽ അയാൾ വന്നിരിക്കുന്നത് താബീത്തയെ കൊല്ലാനല്ല, സംസാരിക്കാനാണ്. താബീത്തയോട് സംസാരിക്കുമ്പോൾ യെല്ലോ മാൻ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. മിറാണ്ട മരിക്കുന്നതിന് മുമ്പുള്ള അവസാന ഓർമ്മകൾ തബീത്തയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനർത്ഥം ഇനി ഉണ്ടാകാൻ പോകുന്ന ചില സാഹചര്യങ്ങൾ എങ്ങനെ നേരിടണമെന്ന് തബീത്തയ്ക്ക് ഇപ്പോഴും അറിയില്ല. അവളുടെ മനസ്സ് തകർക്കാൻ അവനൊരു കാര്യം പറയുന്നു. ജിം മരിച്ചു വീണ അതേ സ്ഥലത്താണ് നീ ഇപ്പോൾ നിൽക്കുന്നത്. ഇത് കേട്ട് തന്നെയും അവൻ കൊല്ലാൻ പോവുകയാണോ എന്ന് തബീത്ത ഭയപ്പെടുന്നുണ്ട്. എന്നാൽ അതിശയകരമായി അവളെ ഇപ്പോൾ കൊല്ലാൻ തനിക്ക് ഉദ്ദേശമില്ലെന്ന് അവൻ പറയുന്നു. ജെയ്ഡും തബീത്തയും ചേർന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ കണ്ടുപിടിക്കുന്നതിൽ വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരെവിടം വരെ എത്തുമെന്ന് അവനൊന്ന് കാണണം. ചിലപ്പോൾ അവർ രക്ഷപ്പെട്ടേക്കാം എന്ന ഏറ്റവും വലിയൊരു പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴായിരിക്കും ഈ പിശാച് അവരെ കൊല്ലാൻ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി യെല്ലോ മാൻ പറയുന്നുണ്ട്. ആസ്തികൾ കുഴിച്ചെടുക്കാൻ ഇതുവരെ ആരും ശ്രമിച്ചിട്ടില്ലെന്നും നിങ്ങളുടെ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള താക്കോൽ ചിലപ്പോൾ അതായിരിക്കുമെന്നും അവൻ സൂചന നൽകുന്നു. എന്നാൽ സത്യം പറഞ്ഞു കൊടുക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന അതേ നിമിഷം തന്നെ മാനിനിയല്ലോ തബീത്തയുടെ മനസ്സിൽ വലിയൊരു സംശയം കുത്തിവെക്കുകയാണ്. ആ ആസ്തികൾ കുഴിച്ചെടുത്താൽ അത് നിങ്ങളെല്ലാം ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയൊരു ദുരന്തത്തിന് കാരണമായേക്കാം എന്നൊരു മുന്നറിയിപ്പ് നൽകി വളരെ സന്തോഷമായി യെല്ലോ മാൻ അവിടെ നിന്ന് പോകുമ്പോൾ തബീത്ത വലിയൊരു ആശയക്കുഴപ്പത്തിലാണിപ്പോൾ. അവൻ പറഞ്ഞതിൽ എന്താണ് സത്യം? അവർ ആസ്തികൾ കുഴിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി അവൻ വെറുതെ കള്ളം പറയുകയാണോ? അതോ ആസ്തികൾ കൂടുതൽ അപകടങ്ങൾ കൊണ്ടുവരും എന്ന് സത്യം അവർ അറിയിക്കുകയാണോ? ഇതൊരു വലിയ ചോദ്യമാണ്. ആസ്തികൾ നമ്മളെ രക്ഷിക്കുമെന്ന് ബോയ്ഡ് ജനങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ജെയ്ഡും തബീത്തയ്ക്കും സാവധാനം ഈ കാര്യങ്ങൾ അന്വേഷിക്കാമായിരുന്നു.
പക്ഷേ ഇപ്പോൾ ജനങ്ങളെല്ലാം വലിയ പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാകും. ഇവരെല്ലാം വിചാരിച്ചത് തങ്ങൾ ശരിയായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നാണ്. എന്നാൽ മാൻ ഇൻ യെല്ലോ നൽകിയ ഈ മുന്നറിയിപ്പ് തീർച്ചയായും അത് തവിത്ത് മറ്റുള്ളവരോട് പറയും. അപ്പോൾ ആ ഒരു വാണിംഗ് എല്ലാവരിലും വലിയ സംശയങ്ങൾ ഉണ്ടാക്കും. സകലരെയും കൊന്നു കൊലവിളിക്കുന്നതിന് മുമ്പ് അവരുടെ മനസ്സ് വെച്ച് കളിക്കാൻ മാൻ ഇൻ യെല്ലോയ്ക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ അവസരമാണിത്. അസ്ഥികളെക്കുറിച്ച് മാൻ ഇൻ യെല്ലോ പറഞ്ഞത് സത്യമാണോ, അതോ വെറുതെ ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി അവൻ കളിച്ചൊരു നാടകമാണോ? വരും എപ്പിസോഡുകൾ ഇതിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് തീർച്ചയായും അറിയിക്കുക. അംഗങ്ങായി കുറേ ലാഗ് ഉണ്ടായിരുന്നെങ്കിലും ഒടുവിലൊരു ക്ലാരിറ്റി വരുത്തിയാണ് ഈ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. ഇനി എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. സോ സീ യു ലവ്ലീസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. Hey buddy, hey, Victor, come on,